എസ് എൻ കോളേജിന് 70 ലക്ഷം രൂപ വരെ വാങ്ങിക്കുന്നു ഒരു അപ്പോയിൻമെന്റ്. ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിന് 45-50 വാങ്ങിക്കുന്നു. ഹൈസ്കൂൾ ആണെങ്കിലും ഹൈസ്കൂൾ ആണെങ്കിൽ 40 വാങ്ങിക്കുന്നുണ്ട്. ഇത്രയും മേടിക്കും. എങ്ങനത്തെ 3500 അപ്പോയിൻമെന്റ് നടന്നു. ഈ ഒരു കാശും എസ് എൻ ട്രസ്റ്റിന്റെ ഇതിൽ വന്നിട്ടില്ല. എത്ര കോടി ഒരു അഴിമതിയാ. SNDP യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ ഒരു മാഫിയ സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഉന്നതമായ മൂല്യങ്ങളെയും ദർശനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. അല്ല, അപ്പം ശാഖയല്ലേ അതിൽ പ്രതിഷേധം ഉണ്ടാവേണ്ടത്? ഈ ബോർഡ് മെമ്പർമാർക്ക് കമാന്നൊരക്ഷരം പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ അടി കൊടുക്കും. അടി കൊടുക്കും. അതിനുള്ള സിസ്റ്റം ഉണ്ട്. സിസ്റ്റം. വൈക്കത്ത് കുട്ടൻ എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബിനാമിയാണ്. അദ്ദേഹത്തിൻ്റെ ബിനാമികളിലെ മാറുമല്ലോ. സ്ഥിരം ബിനാമികളുണ്ട്. മഹേശൻ മരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ പീഡനമാണ്. SNDP യൂണിയൻ ഓഫീസിൽ ഇദ്ദേഹത്തിൻ്റെ കള്ളപ്പണം കൊടുത്തതിൻ്റെ എല്ലാ രേഖയും ഈ മഹേശൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മൈക്രോ ഫിനാൻസിനെ സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി KK മഹേശനോട് കൂടി ഒപ്പിട്ട് ചേർത്തല യൂണിയൻ്റെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് 4.5 കോടി രൂപ അവരടിച്ചുകൊണ്ടിരിക്കും. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നത് വോട്ടിനല്ല, പിന്നെ എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഞങ്ങളുടെ ബലമായ സംശയം. അവിടെ മറ്റ് ചില ഡീലുകളുണ്ട്. ഇദ്ദേഹം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഏർപ്പെട്ട ഒരാൾ എന്നുള്ളത് വളരെ വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്കറിയാം. ആര്? ഈ വെള്ളാപ്പള്ളി നടേശൻ. നമസ്കാരം, ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. SNDP യോഗത്തെ 3 പതിറ്റാണ്ടിലധികമായി വെള്ളാപ്പള്ളി നടേശനും കുടുംബവും കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെയാണ് വെള്ളാപ്പള്ളിയുടെ മുഖമുദ്ര. എന്നാൽ ഉന്നത സ്വാധീനത്തിൻ്റെ പുറത്ത് വെള്ളാപ്പള്ളി SNDPയെ തൻ്റെ പോക്കറ്റ് സംഘടനയായി മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ പോലും ആർക്കും ധൈര്യമില്ല എന്നതാണ് വാസ്തവം. SNDPയിൽ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രമാണങ്ങൾ സാധാരണ ശ്രീനാരായണികർക്കിടയിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട്. SNDP സംരക്ഷണ സമിതി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു SNDP വിപ്ലവ സംഘടന. ആ പ്രസ്ഥാനത്തെ നയിക്കുന്നത് കൊല്ലംകാരനായ അഡ്വക്കേറ്റ് S. ചന്ദ്രസേനനാണ്. SNDP യോഗം ബോർഡ് മെമ്പറായിരുന്ന ചന്ദ്രസേനൻ വെള്ളാപ്പള്ളി നടേശൻ്റെ അഴിമതിക്കെതിരെ നിലപാടുയർത്തി പുറത്തേക്ക് വന്നയാളാണ്. ഇന്നത്തെ ഷൂട്ട് അറ്റ് സൈറ്റിൽ നമ്മളുടെ മനസ്സ് തുറക്കുന്നു. SNDPയെ സംരക്ഷിക്കാൻ വെള്ളാപ്പള്ളിക്കെതിരെ യുദ്ധം നടത്തുന്ന ചന്ദ്രസേനൻ. നമസ്കാരം. നമസ്കാരം സർ. എന്താണ് വെള്ളാപ്പള്ളിയും അങ്ങും തമ്മിലുള്ള പ്രശ്നം? ഞാനും വെള്ളാപ്പള്ളിയും തമ്മിൽ യാതൊരു പ്രശ്നവും നിലവിലില്ല. ഇവിടെ പ്രശ്നം SNDP യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ ഒരു മാഫിയ സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഉന്നതമായ മൂല്യങ്ങളെയും ദർശനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. ആ പ്രസ്ഥാനം എന്താണോ വിഭാവനം ചെയ്തത് അതിന് നേരെ വിപരീതമായ ദിശയിൽ സഞ്ചരിച്ച് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ആശ്രിതരുടെയും ക്ഷേമത്തിന് മാത്രം ഉതകുന്ന ഒരു സംഘടനയാക്കി മാറ്റിയതിലുള്ള അമർഷവും വിദ്വേഷവും മാത്രമാണ് എനിക്ക് വെള്ളാപ്പള്ളി. എന്താണ് അദ്ദേഹം ഏത് തരത്തിലേക്കാണ് അദ്ദേഹം അങ്ങനെ സ്വന്തം കുടുംബമാക്കി മാറ്റുന്നത്? ഉദാഹരണം എന്താണ്? അദ്ദേഹം SNDPയിൽ ഇപ്പോഴത്തെ രീതിയിൽ എന്താണ് വെള്ളാപ്പള്ളി എന്താണ് ചെയ്ത് വരുത്തിയിരിക്കുന്നത് SNDPയെ? SNDP യോഗത്തിൽ പൊതുയോഗം എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ നിലവിലില്ല. SNDP യോഗത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പൊതുയോഗ സംവിധാനം ഓരോ ശാഖയിൽ നിന്നും 200 അംഗങ്ങൾക്ക് ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരെ ചേർത്ത് അവരുടെ കൂട്ടായ്മയാണ് പൊതുയോഗമായി കണക്കാക്കിയിരുന്നത്. ആ തെരഞ്ഞെടുപ്പ് തന്നെ ശാഖയിൽ നിന്നും അപ്രകാരം 200-1 എന്ന് പറയുന്ന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതേ ഇല്ല. അപ്പോൾ പിന്നെ പ്രതിനിധികൾ വരുന്നത് എങ്ങനെയാണ്? ഈ പ്രതിനിധികളെ അവർ യൂണിയനിൽ നിന്നും ഒരു ലിസ്റ്റ് കൊടുക്കും. ഇവരെ നിങ്ങൾ പ്രതിനിധികളായിട്ട് ഇങ്ങോട്ട് അയക്കണമെന്ന് പറയും. അങ്ങനെ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അവരെ വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രഹസനമാണ് നടക്കുന്നത്. അതായത് SNDPയുടെ ശാഖയിൽ ഒരു യഥാർത്ഥ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അപ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ച് അപ്പോൾ ശാഖയല്ലേ അതിൽ പ്രതിഷേധം ഉണ്ടാവേണ്ടത്? ശാഖയിൽ പ്രതിഷേധം ഉണ്ടാകാൻ ശാഖക്കാരങ്ങനെ ലിസ്റ്റ് കൊടുക്കുമ്പോഴേ ഈ ലിസ്റ്റ് കൊടുക്കും. അവരറിയണമെന്നില്ല. അവരിൽ യൂണിയനിൽ ഇദ്ദേഹത്തിൻ്റെ സിബന്ധികളെ മാത്രമേ വെക്കത്തുള്ളൂ, വേറെ ആരെയും വെക്കില്ല. ആരെങ്കിലും എതിർക്കുന്നു എന്ന് കണ്ടാൽ അവരെ എപ്പോഴും പിരിച്ചുവിടും, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെക്കും. ഇപ്പോൾ 140 യൂണിയൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരൊറ്റ യൂണിയനിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി ഇല്ല. ശരി. 80% യൂണിയനും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ്. ബാക്കി കാലാവധിയും കഴിഞ്ഞിട്ട് വർഷങ്ങളായത്. ഒരു സമിതിയില്ല. ഈ അഡ്മിനിസ്ട്രേറ്റർ നിശ്ചയിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്, വേറെ ആരുമല്ല. വെള്ളാപ്പള്ളി നടേശന് മാത്രമേ. ഈ യൂണിയൻ്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ ശാഖയിൽ ഇപ്പോൾ നമുക്ക് കൃത്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, എനിക്കറിയാം. ഞാനൊരു ശാഖ മെമ്പറാണ്.
യൂണിയൻ എനിക്കും അറിയത്തില്ല, നമ്മൾ ശാഖയിൽ പോകുന്നതല്ല നമുക്കറിയത്തില്ല. അപ്പോൾ യൂണിയനിലേക്ക് വോട്ടും ആളെ വിടുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. യൂണിയൻ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? യൂണിയനിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓരോ ശാഖയിൽ നിന്നും 50 ഒരു പ്രതിനിധിയെ, 100 അംഗങ്ങളുണ്ടെങ്കിൽ 2 പേരെ അയക്കാം, 1000 പേരുണ്ടെങ്കിൽ 20 പേരെ അയക്കാം. ഇതാണ് അതിൻ്റെ വ്യവസ്ഥ. പക്ഷേ അങ്ങനെയുള്ള പ്രതിനിധികളെയും കൃത്യമായി എടുക്കാറില്ല. ഒരു പൊതുയോഗത്തിൽ, ശാഖയുടെ പൊതുയോഗം ആരെയും അറിയിപ്പിക്കാറില്ല. അത് സിൽബന്ദികളെ വെച്ചിട്ട് കുറച്ച് പേരെ മാത്രമേ അറിയിക്കത്തുള്ളൂ. അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ശാഖ പൊതുയോഗം നടക്കണമെന്നുണ്ടെങ്കിൽ ശാഖയിൽ ഒരു ലിസ്റ്റ്, ഒരു നോട്ടീസ് ബുക്ക് ഉണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കത്തില്ല. ഈ നോട്ടീസ് ബുക്ക് കൊടുത്ത് എല്ലാ ആളുകൾക്കും കൊണ്ടുവന്ന് കൊടുക്കണമെന്നാണ്. ഒരു നോട്ടീസ് അടിച്ച് കിതാബിനകത്ത് വെക്കും. ആ കിതാബ് വെച്ചുകൊണ്ട് പറയും ഞങ്ങൾ പൊതുയോഗം കൂടിയെന്ന് പറയും. 5-6 പേർക്ക് മാത്രം കൊടുക്കും. അങ്ങനെ സംവിധാനമില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടപ്പെട്ടവരെയാണ് യൂണിയനിലേക്ക് വിടുന്നത്. ആ യൂണിയൻ അപ്പം യൂണിയൻ എത്ര ഇതുപോലെ തന്നെ എത്ര എല്ലാ കൊല്ലം നടക്കണോ തെരഞ്ഞെടുപ്പ്? 3 വർഷം കൂടുമ്പോൾ. പക്ഷെ അത് നടക്കാറില്ല. അത് 3 വർഷം കൂടുമ്പോൾ നടക്കത്തില്ല. ടെക്നിക്കലി നടക്കുന്നുണ്ട്. പേപ്പറിൽ അവർ ശരിയാക്കി അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ യൂണിയൻ്റെ തെരഞ്ഞെടുപ്പ് എപ്പോഴും പത്രത്തിലോ അല്ലെങ്കിൽ യോഗനാഥത്തിലോ കൊടുക്കണമെന്നും പറഞ്ഞൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. യോഗനാഥം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ യൂണിയൻ കുന്നത്തൂർ യൂണിയൻ, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ യോഗനാഥം 3 മാസത്തേക്ക് അവിടെ വരത്തില്ല. അവിടെ വരത്തില്ല, ആരും അറിയത്തില്ല. അവർ ടെക്നിക്കലി എഴുതി വെക്കും, ഇതങ്ങ് പോകും. യോഗനാഥിൽ കൊടുത്തു എന്ന് പറയും. അപ്പോൾ ഒരു കോടതി വരുന്നുണ്ടെങ്കിൽ ആ യോഗനാഥിൽ കൊടുത്തല്ലോ, യോഗനാഥം അവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല. അങ്ങനെ നിരവധി യൂണിയനിൽ എങ്ങനെ നടക്കുന്നത്. ഈ വൈക്കത്ത് കുട്ടൻ എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ബിനാമിയാണ്. അദ്ദേഹത്തിൻ്റെ ബിനാമികളെല്ലാം മാറുമല്ലോ. എല്ലാം ബിനാമികൾ അല്ല, സ്ഥിരം ബിനാമികളുണ്ട്. ആണോ? പലരും സന്തോഷ് കുമാർക്ക് അദ്ദേഹത്തിന്റെ ആളായിരുന്നു നേരത്തെ. അതൊക്കെ മാറി. അത് സന്തോഷൊക്കെ എന്ന് പറഞ്ഞാൽ എന്നും ഫീഡ് ചെയ്യാൻ പറ്റുന്ന കക്ഷികളല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ കരുനാഗപ്പള്ളി സോമരായൻ, ഈ വൈക്കം കുട്ടൻ, വടകര രവീന്ദ്രൻ, ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിരം കുറ്റികളാണ്. അവർ കൃത്യമായ അതിൻ്റെ പടി അവിടെ കൊണ്ടുകൊടുത്തു. ഇവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ വൈക്കത്ത് നിരവധി സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ വരുമ്പോൾ അതിൻ്റെ പകുതി കൂടുതൽ അവിടെ കൊടുത്തോണം, ബാക്കി നിങ്ങൾ എടുത്തോണം. അപ്പോൾ സ്ഥിരമായി മുമ്പോട്ട് പോകും. ഇതിനൊന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയില്ല, ഒന്നുമില്ല. പിന്നെ വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗത്തിൻ്റെ മെമ്പർമാരെ, ബോർഡ് മെമ്പർമാരുള്ളൂ. ആ ബോർഡ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ, SNDP യോഗത്തിൻ്റെ ബോർഡ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് ഇതേപോലെ യൂണിയനിൽ നിന്നാണ്, യൂണിയനിലെ പ്രതിനിധികളിൽ നിന്നാണ് ബോർഡ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്. ആ ബോർഡ് മെമ്പർമാരുടെ കാലാവധി 3 വർഷം. ഈ 3 വർഷ കാലാവധി ഈ SNDP യോഗത്തിൻ്റെ പൊതുയോഗം ബോർഡ് മെമ്പർമാരെ അംഗീകരിച്ചതിന് ശേഷമുള്ള 3 വർഷക്കാലമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പും യൂണിയൻ്റെ തെരഞ്ഞെടുപ്പ് പോലെയാണ് ബോർഡ് മെമ്പർമാരുടെ തിരഞ്ഞെടുക്കുന്നത്. ആരും അറിയുന്നില്ലല്ലോ. എനിക്ക് കൊണ്ട് നോമിനേഷൻ കൊടുക്കാൻ ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇലക്ഷൻ കഴിഞ്ഞു പോയി, നിലവിലാതെ നടക്കുന്നത്. അങ്ങനെ ബോർഡ് മെമ്പർമാരെ തിരഞ്ഞെടുത്തിട്ട് അവരാണ് ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നത്. അല്ലല്ല, ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നത് ഈ പൊതുയോഗത്തിൽ നിന്നാണ്. SNDP യോഗത്തിൻ്റെ പൊതുയോഗത്തിൽ നിന്നാണ് ജനറൽ സെക്രട്ടറി. പൊതുയോഗത്തിലല്ലേ ബോർഡ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്? ആ പൊതുയോഗത്തിൽ ബോർഡ് മെമ്പറുടെ പേര് വായിച്ച് അംഗീകരിക്കുന്നത്. ഈ ബോർഡ് മെമ്പർമാർക്ക് കമാന്നൊരു അക്ഷരം പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ അടി കൊടുക്കും. അതിനുള്ള സിസ്റ്റം ഉണ്ട്. അതായത് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം പുനലൂർ RDCയുടെ യോഗമായിരുന്നു. പുനലൂർ RDC രൂപീകരിക്കുന്നതിനകത്ത് മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇറച്ചി ബാക്കി എല്ലാം റെഡിയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞാൻ അപ്പോൾ RDCയുടെ പേര് പറയാം. അപ്പോൾ മുമ്പേ പറയും അതിപ്പോൾ എല്ലാവരും അങ്ങ് അംഗീകരിക്കുക, അദ്ദേഹം ഒന്ന് വായിച്ചാൽ മതി എന്നത്. അപ്പോൾ അദ്ദേഹം വായിക്കുന്നു, അംഗീകരിക്കുന്നു, ആഹാരം ഉണ്ടെന്ന് പറയുന്നു, ആഹാരം കഴിക്കുന്നു, പിരിയുന്നു. ഇതുതന്നെയാണ് SNDP യോഗത്തിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഒരിക്കലും ഒരു പൊതുയോഗത്തിലും കണക്ക് കൃത്യമായി അവതരിപ്പിക്കാറില്ല. അല്ല, ഇതൊരു കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനമല്ലേ? അതെ. അപ്പം അതിന് കണക്കൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് കൃത്യമായി സബ്മിറ്റ് ചെയ്യണം, ചർച്ച ചെയ്യണം. അത് ചെയ്യുന്നില്ല. കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള അതിൻ്റെ നിയമാവലി അനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും, കമ്പനി നിയമം അനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ടാണല്ലോ അയോഗ്യതാ കേസ് പോകുന്നത് ഞങ്ങൾ കൊടുത്തത്. ഇപ്പം അയോഗ്യതയിലല്ല, അയോഗ്യതാ കേസ് അയോഗ്യതരാക്കി പ്രഖ്യാപിക്കണമെന്നുള്ള. അല്ല, അത് കോടതി. ഞാൻ ചോദിക്കുന്നത് ROC അപ്പോൾ ഒന്നും ചെയ്യുന്നില്ലേ? ROC അല്ല, ഇത് നോൺ ട്രേഡിംഗ് കമ്പനി കേരള അനുസരിച്ച്. ഇപ്പം നോൺ ട്രേഡിംഗ് കമ്പനി അനുസരിച്ചാകുമ്പം കേരളത്തിലെ IG രജിസ്ട്രേഷനാണ് നോൺ ട്രേഡിംഗ് കമ്പനിയുടെ രജിസ്റ്റർ. അവിടെ ഞങ്ങൾ കേസ് കൊടുത്തു. അവിടെ ഡിന്നില്ല എന്ന് പറയും. ഡിന്നസ് മാൻഡേറ്ററി, അറിയാമല്ലോ. ആർക്ക് ഡിന്നില്ല? ഇവർക്കാർക്കും ഡിന്നില്ല. ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ആർക്കും ഇല്ല. ഞങ്ങൾ വിവരാവകാശമായിട്ട് ഞാൻ എടുത്ത് വെച്ചപ്പോണ്ട്. ആ വിവരാവകാശമായിട്ട് എടുത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾക്ക് മറുപടി ഡിന്നെന്ന് പറയുന്ന സാധനമേ അവിടെ ഇല്ല, സിന്നാണ് തന്നെ കൊടുത്തേക്കുന്നത്. കമ്പനി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ള സിന്ന്. മറ്റേത് ഡിന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. പിന്നെ അവസാനം അത് പ്രശ്നമായി, ഞങ്ങൾ കൊണ്ടുവന്ന് പരാതിയായി. ഇതെല്ലാം പരാതിയായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇദ്ദേഹം കൊണ്ടു കൊടുത്തെന്ന് പറയും 8 പേർക്ക് ഡിന്നുണ്ടെന്നുള്ളത്. 170 പേരുടെ ലിസ്റ്റാണ് ലാസ്റ്റ് കൊടുത്തേക്കുന്നത്.
8 പേർക്കാണ് ഡിന്നുണ്ടെന്ന് പറയുന്നത്. അല്ല അപ്പം തന്നെ അയോഗ്യമല്ലേ? അയോഗ്യരായി അവർ ബോർഡ് ഇവർ ജനറൽ സെക്രട്ടറി ആയിട്ടില്ല, കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഒന്നും ആയിട്ടില്ല. 2015 ശേഷം ഇത് ആയിട്ടില്ല. കാരണം ഇത് മാൻഡേറ്ററി ആയിട്ടൊരു പ്രൊവിഷൻ ഉണ്ട്. കമ്പനീസ് ആക്ട് 153 അനുസരിച്ച് ഈ ഡിന്നെടുത്ത് ഞാൻ കൈവശം വെച്ചാൽ പോരാ. ഞാനിപ്പോൾ LLB എടുത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പോയി ബാർ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്ന പോലെ ഡിന്നെടുത്താൽ പോരാ. ഈ ഡിന്ന് മാൻഡേറ്ററി ആയിട്ട് കമ്പനി വഴി രജിസ്ട്രാറെ അറിയിപ്പിക്കണം. അതിന് നെസറി ഫീസും ഒക്കെ ഉണ്ട്. ഇത് നടന്നിട്ടേ ഇല്ല. ഇത് പ്രാവശ്യമായിട്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് ഞങ്ങൾ IG രജിസ്ട്രേഷൻ കൊടുത്തതിനൊക്കെ ഒരു അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല, ഇത് ഞങ്ങളല്ല തീരുമാനിക്കും, കോടതിയാണെന്ന് പറഞ്ഞിട്ട് അവരെ കളഞ്ഞത്. അത് സ്വാധീനം. എന്നിട്ട് കോടതിയിലെത്തി. അത് കോടതിയിലെത്തി. ആ കോടതിയിൽ ഇപ്പോൾ വാദം പൂർത്തിയായി. അല്ല ഹൈക്കോടതി ഇടയ്ക്ക് എന്തോ പറഞ്ഞില്ലായിരുന്നോ? അതിൻ്റെ വാദം പൂർത്തിയായി. വിധി വന്നില്ലായിരുന്നോ? ഇല്ല. അതിൻ്റെ വിധി ഇപ്പോൾ അല്ല ആദ്യം വന്ന എന്തോന്ന് പറഞ്ഞായിരുന്നല്ലോ, എല്ലാ അംഗങ്ങൾക്കും വോട്ടെന്ന്. അത് എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം 2022 അത് ഞങ്ങൾ നടത്തിയ കേസ്. അതിനകത്ത് എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം ഉണ്ടെന്നുള്ള വിധി വന്നതിന് ശേഷം ഒരു അപ്പീലൊന്നും പോയില്ല. അപ്പം പിന്നെ അതല്ലേ അങ്ങനെ നടക്കാൻ ഒക്കൂ. അപ്പോഴാണ് ഈ അയോഗ്യതാ കേസ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഈ അയോഗ്യതാ കേസ് അപ്പോൾ ഈ വിധി വന്നിട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കാതെ തന്നെ അയോഗ്യത കേസ് ഉള്ളത് കൊണ്ട് കിടക്കുക. അല്ല, ഈ അന്ന് പറഞ്ഞത് കൊറോണ ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഈ റെപ്രസെൻറ്റേറ്റീവ് വെച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴാണ് 2022 വിധി വന്നത്. ഈ വിധി വന്നതിന് ശേഷം ഇയാൾക്ക് നടത്താൻ ഉള്ള ഇതില്ല. അല്ല നടത്തണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. നടത്തണമെന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ കൊടുത്ത്. ഞാൻ 2022 എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം കൊടുക്കുന്ന ഹൈക്കോടതി വിധിച്ചു. ഇതുവരെ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ കേസിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വാദം പൂർത്തിയായി. ഇത് നടത്താത്തതിൻ്റെ ഭയമാണ്. തെരഞ്ഞെടുപ്പ് നടത്തി അയാൾ ജയിക്കത്തില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താ? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണമെന്ന്. കോടിക്കണക്കിന് ഒരു വർഷം ഇദ്ദേഹത്തിൻ്റെ പല യൂണിയനിലും ശാഖകളിലും ആനയിക്കുന്നതിന് 5 കോടി രൂപയിൽ പരം ഒരു വർഷം ചിലവുണ്ട്. മനസ്സിലായില്ല. ഇദ്ദേഹത്തിന് സ്വീകരണം ഓരോ വർഷവും ഓരോ യൂണിയനും ഒരു യൂണിയൻ ഒരു സ്വീകരണം നടത്തിയിരിക്കണം. ഒരു വർഷം ഒരു ശാഖയും നടത്തണം. അദ്ദേഹത്തെ സ്വീകരിക്കണം. ആ സ്വീകരണത്തിന് ചില നടപടിക്രമമുണ്ട്. ചുമ്മാ ഒരു സ്വീകരണമല്ല. ഇത്ര ഫ്ലെക്സ് വെക്കണം, പിന്നെ ഭക്ഷണം കൊടുക്കണം വരുന്നവർക്ക്. അങ്ങനെ ഒരു 6 എല്ലാം യൂണിയൻ ചിലവാണ്. എല്ലാം യൂണിയൻ ചിലവ്. അതെല്ലാം കണക്ക് പുസ്തകത്തിലുണ്ട്. കണക്ക് പുസ്തകത്തിനകത്ത് യൂണിയൻ ചിലവായിക്കണം. അദ്ദേഹത്തിന് അതൊന്നും അറിയേണ്ട കാര്യമില്ല. അല്ല അപ്പം യൂണിയൻ്റെ കണക്കില്ലാതുണ്ട്. ഇദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്ന എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ആരാണ് കുഴപ്പത്തിൽ ചെന്ന് ചാടിയത്? നേരത്തെ സന്തോഷം പറഞ്ഞില്ലേ, ഇതേപോലുള്ള യൂണിയൻ ഭാരവാഹികളെല്ലാം കുഴപ്പത്തിൽ ചെന്ന് ചാടി. കാരണം ഈ സ്വീകരണം കൊടുത്തില്ലെങ്കിൽ അവരെ പുറത്താക്കും. സ്വീകരണം കൊടുത്താലോ, ഈ കൊടുക്കുമ്പോൾ ഇത്ര 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ഒരു യൂണിയന്, ശാഖയ്ക്ക് 3-4 ലക്ഷം രൂപ ചിലവ് വരും. ഓരോ ശാഖ ഒരു യൂണിയനിൽ ഒരു യൂണിയനെ നടത്തിക്കോണം, ഒരു ശാഖയെ നടത്തി. രണ്ടും വേണം. ഒരുമിച്ചാണോ? അല്ല, പ്രത്യേകം. ഒരു യൂണിയൻ 2-3 പരിപാടി നടന്നിരിക്കണം. അത് നിർബന്ധം. 2-3 പരിപാടി സ്വീകരണമാണ്. അല്ലാതെ ഗുരുദേവന്റെ ഒന്നുമല്ല. ഗുരുദേവന്റെ പ്രചാരണവും ഇല്ല, ഒന്നുമില്ല. ഇദ്ദേഹം ആരെങ്കിലും ചീത്ത പറയാനായിരിക്കും അവിടെ വരുന്നത്, അല്ലാതെ വേറൊരു കാര്യത്തിനുമില്ല. ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ഈ യൂണിയന് ഫണ്ടില്ലല്ലോ. യൂണിയൻ ആകെ കിട്ടുമെന്ന് പറഞ്ഞാൽ വിവാഹ പത്രിക നോക്കി കിട്ടുന്നത്. അവരെന്ത് ചെയ്യും? മൈക്രോ ഫിനാൻസിലെ കാശ് എടുത്തവരെങ്കിലും ആക്കും. അവസാനം മൈക്രോ ഫിനാൻസ് കുളമായി, എല്ലാം പൊളിഞ്ഞ് പാളീസായി. ഇപ്പം മൈക്രോ ഫിനാൻസിനെ സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അല്ല, അതിലേക്ക് വരാം. അപ്പം ഞാൻ ചോദിക്കേണ്ടത്, അപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ 30ാം വർഷത്തിൽ ആഘോഷിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ഗുരുദേവനേക്കാൾ എടുക്കാനാന്നാണ് പറഞ്ഞത്. അപ്പോൾ ചോദിക്കേണ്ടത്, വെള്ളാപ്പള്ളിയുടെ ഭാവി എന്താണ്? നിങ്ങൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത്? ഞങ്ങൾ അയോഗ്യതാ കേസിൻ്റെ വിധി ഈ മെയ് മാസത്തിലുണ്ടാവും. വാദം പൂർത്തിയായിട്ട് 7-8 മാസമായി ഹൈക്കോടതിയിൽ. അപ്പോൾ അതിൻ്റെ വിധി വന്നാൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കാരണം ഇത്രയും തെളിവുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ അയോഗ്യതയുടെ വിധി വന്നാൽ ഞങ്ങൾക്ക് ചില സമരപരിപാടികൾ നിരന്തരമായി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇയാളെ വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല. കോടതി മുഖേന എല്ലാവർക്കും വോട്ടവകാശം വെച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തണം. അതിനുള്ള നിയമപരമായ പോരാട്ടത്തോടൊപ്പം ഇപ്പോൾ ഞങ്ങൾ സജീവമായി ഈ അംഗങ്ങളുടെ ഇടയിലേക്കും ശാഖയിലേക്കും യൂണിയനിലേക്കും ഇറങ്ങി വലിയ സമരപരിപാടികൾക്കാണ് രൂപം കൊടുക്കുന്നത്. പക്ഷെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശൻ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ കുഴപ്പങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു, എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ സംഘടനാ സംവിധാനം മുഴുവൻ പുള്ളിയുടെ കയ്യിലല്ലേ? അപ്പോൾ അതിനിപ്പം എൻ്റെ പരിചയക്കാരനും സുഹൃത്തുമാണ് ഗോകുലം ഗോപാൽ. കാശുണ്ട്. ഗുരുദേവന് വേണ്ടി 10 കാശ് കളയാൻ മടിയുമില്ല അദ്ദേഹം. അത്യാവശ്യം ലുബ്ധനാണ്, ആവശ്യമില്ലാത്ത കാശ് കളയുന്ന ആളല്ല. പക്ഷെ ഗുരുദേവന് വേണ്ടി കാശ് കളയാൻ അദ്ദേഹത്തിന് മടിയില്ല. 1. 2, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു സ്വപ്നമാണ്
SNDP-യുടെ ഒരു നല്ല ഔദ്യോഗിക ഭാരവാഹിയാകുന്നതിന് പ്രസിഡന്റോ ആരെങ്കിലും ആയാൽ മതി. പക്ഷെ അദ്ദേഹം വിചാരിച്ചിട്ട് പോലും ഈ സംവിധാനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല. അതെങ്ങനെ നിങ്ങൾക്ക് പറ്റും? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഗോകുലം ഗോപാലിനെ പോലുള്ള ആളുകൾക്ക് ഈ സംഘടനാ സംവിധാനത്തിൻ്റെ രൂപം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിനോടൊപ്പം കൂടിയവരൊക്കെ ആ SNDP യോഗവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല. ഇന്ന് ഞങ്ങളൊരു ടീമിനെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഞങ്ങൾ ഒരു ക്യാമ്പ് ഇപ്പം നടത്തി. ഈ ആളുകളെ വെച്ച് കറക്റ്റായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ അടൂർ രാജൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരിക്കും, SNDP യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. നെടുങ്കുന്നം ഗോപാലകൃഷ്ണൻ പഴയ യോഗം കൗൺസിലർ. ഇതുപോലുള്ള മഹാപ്രതിഭകളെ, അതുപോലെ തന്നെ KY സുധീന്ദ്രൻ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലെ, അദ്ദേഹം യോഗത്തിൻ്റെ കൗൺസിലറായിരുന്നു. ഉണ്ണികൃഷ്ണൻ യോഗം കൗൺസിലറായിരുന്നു. പഴയ കാലത്തെ ഇതേപോലുള്ള പ്രതിഭകളെ അവർ ഉറങ്ങിയല്ല, അവരെല്ലാം വീക്ഷിച്ചു നിന്ന് അവരിപ്പോൾ ഇങ്ങോട്ട് വരിക. ഒരു രാജൻ ഈ കഴിഞ്ഞ ദിവസം അല്ല, ഞാൻ പറഞ്ഞ ഈ ഒരുപാടിടങ്ങളിൽ വെള്ളാപ്പള്ളിയോട് ഉറക്കമുള്ള ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ സന്തോഷിനെ പോലെ തലാപ്പള്ളിക്കാരൻ ഉണ്ട്, ഒരുപാട്. പിന്നെ ഞങ്ങളുടെ എരുമേലിക്കാരൻ ശ്രീകുമാർ, ഇവരൊന്നും എല്ലാവരും നിങ്ങൾ ഒരുമിക്കുന്നില്ല. ഇവരൊക്കെ എന്തുകൊണ്ട് നിങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കാതെ? ഞങ്ങളെല്ലാവരുമായിട്ട് യോജിച്ച് തന്നെയാണ് പോകുന്നത്. എല്ലാ ആളുകളെയും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. എല്ലാവരുമായിട്ട് യോജിക്കാനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ളത് സാമ്പത്തികത. അദ്ദേഹം നേരത്തെ പറഞ്ഞ് സാമ്പത്തികത്തിൻ്റെ പ്രശ്നം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഇതുവരെയും ഞങ്ങൾക്ക് സാമ്പത്തികമൊന്നും തന്നിട്ടുമില്ല. സഹകരിക്കുന്നുണ്ടോ? ഇതുവരെ ഇപ്പം സഹകരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല? ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു. ആദ്യം അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ ഇനി ഒന്നിനും ഇല്ല എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹം മാറി. എനിക്ക് തോന്നുന്നില്ല, അത് ഒരുപാട് ശ്രമിച്ചിരുന്നു. അതിന് അദ്ദേഹത്തിന് ഒരു പേടിയായി. കാരണം എന്താ ഒന്നും നടക്കുന്നുമില്ല. അതിനകത്തൊരു കാര്യമുണ്ട് സാർ. ഈ അദ്ദേഹം ഇതിനകത്ത് വിട്ട് അതിലേക്ക് ഇതേപോലുള്ള സാമ്പത്തിക ഉള്ളവർ നിസ്വാർത്ഥമായി എനിക്കൊന്നും വേണ്ട, ഒരു പദവിയും വേണ്ട, ഇത് നന്നാകണം എന്ന് പറഞ്ഞ് ഇതിനകത്ത് വരുമ്പോൾ അവർ പിറ്റേന്ന് റെയ്ഡിന് വിധേയരാകുക. അതാണ് പ്രശ്നം. അവിടെ പിറ്റേന്ന് റെയ്ഡിന് വിധേയരാകുക. വെള്ളാപ്പള്ളി അവിടെ ഇരുന്നുകൊണ്ട് ആയുധം ഓപ്പറേറ്റ് ചെയ്തിരിക്കും 100%. ഇപ്പം തന്നെ 2-3 റെയ്ഡ് നടന്നത് ഈ രീതിയിൽ തന്നെ. അത് ഞങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ബിസിനസ് ചെയ്യുന്നവർ സ്വാഭാവികമായി അവരുടെ മുതൽ മുടക്കും അവരുടെ പ്രശ്നമാണ്. അപ്പം ഞങ്ങളെ ഒന്നും പേടിക്കാനില്ല. ഞങ്ങളാരെ പേടിക്കേണ്ടത്? നെടുങ്കുന്നം ഗോപാലകൃഷ്ണനോ ചന്ദ്രസേനോ PP വാസുവിനോ ഒന്നും പേടിക്കാനില്ല. രാജീവ് PS രാജീവ് ഒക്കെ നല്ല ഫൈറ്റേഴ്സാണ്. പഴയ ചേർത്തല അദ്ദേഹം നല്ല ഫൈറ്റേഴ്സാണ്. അത് പിന്നെ തഹസിൽദാരായിരുന്നു. ME പരമേശ്വരൻ പോലീസ് ഓഫീസറായിരുന്നു. അതുപോലെ KN ബാൽ സാറ് പോലീസ് ഓഫീസർ. അത് ഒരുപക്ഷെ അറിയാമായിരിക്കും, IPS. ഇങ്ങനെ ഞങ്ങൾ നല്ലൊരു ടീം ഉണ്ട്. ഇത് ഞങ്ങളൊക്കെ ഈ പ്രവർത്തകരുമാണ്. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ യൂണിയനിലും ഞങ്ങൾക്ക് യൂണിയൻ കമ്മിറ്റി ആയി. ഇനിയിപ്പോൾ ശാഖയിലൊക്കെ ഞങ്ങൾ പോകും. വളരെ പെട്ടെന്ന് പോകും. ഇനി വളരെ ഈസി ആയിട്ട് പോകും. ഞങ്ങൾ അതിനൊരു ഇൻ്റലക്ച്വൽ ഗ്രൂപ്പിനെ ഞങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻ്റലക്ച്വൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കാര്യങ്ങളെല്ലാം അറിയാവുന്നത്. ഇപ്പോൾ ആളുകളുണ്ട് നമ്മുടെ കൂടെ. ആളുകൾ ജയിക്കും എന്നുള്ള തോന്നൽ വന്നു. എനിക്ക് ഒരു കാര്യം അറിയാവുന്നത്, ഇവിടെ ഒരുപാട് സമുദായ സംഘടനകളുണ്ട്. ഞാൻ തരക്കേടില്ലാത്ത ബന്ധം നിലനിർത്തുന്ന ആളാണ്. പക്ഷേ ഒരേ ഒരു സമുദായ നേതാവിന് മാത്രമേ അണികൾക്ക് ആർക്കും തന്നെ കണ്ടുകൂടാത്തുള്ളൂ. അത് വെള്ളാപ്പള്ളിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരാൾക്കും, ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ SNDP ശാഖാ മെമ്പർ കൂടി, അത് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഒരിടത്തും വെള്ളാപ്പള്ളിയോട് മതിപ്പുള്ള ഒരു സാധാരണ SNDP ഒരു ശ്രീനാരായണൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വെള്ളാപ്പള്ളിയുടെ കയ്യിലാണ് സംഘടന. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫലപ്രദമായി ഇടപെടാത്തത് കൊണ്ടാവാം ഈ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയുണ്ടായിട്ട് നിങ്ങൾക്ക് അത് മുതലെടുക്കാൻ പറ്റാത്തതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിൻ്റെ ഒരു മറുപടി, ഞങ്ങൾ ഫലപ്രദമായി 2017 മുതൽ നല്ല രീതിയിൽ ഇടപെട്ട് വരിക. ഇപ്പം ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഇയാളെ സഹായിക്കുക. സംഘടനാ മെഷീനറി മൊത്തം അയാളുടെ കയ്യില്ല. ഇതുകൂടാതെ ഈ മെഷീനറിയിൽ നിന്ന് കിട്ടുന്ന ഒരു വർഷം കിട്ടുന്ന കോടാനുകൂടി രൂപ, നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം ആ രൂപയെല്ലാം അദ്ദേഹത്തിൻ്റെ കൈകളിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇച്ഛാശക്തിയും ഞങ്ങളുടെ പ്രവർത്തിക്കാനുള്ള ആത്മധൈര്യവും മാത്രമാണ്. ശരി, അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് വെള്ളാപ്പള്ളി എങ്ങനെയാണ് SNDPയെ വെച്ച് അഴിമതി നടത്തുന്നത് ഒന്ന് വിശദീകരിക്കാമോ? വളരെ ഗുരുതരമായ അഴിമതികളാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം, ഈ ലോകത്തെല്ലാവർക്കും അറിയാം. ഒന്ന് വിശദീകരിച്ച് എന്തൊക്കെയാണ്? അതായത് ശ്രീനാരായണ ട്രസ്റ്റ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രസ്റ്റ്. പണ്ട് 2000 കൊണ്ടുവരും. ഇപ്പോൾ പുള്ളിയുടെ കയ്യിൽ തന്നെ. ഈ ശ്രീനാരായണ ട്രസ്റ്റിലേക്ക് വരുന്ന നിയമനങ്ങൾ വരുമ്പോൾ ഈ നിയമനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ
ആണ് ഓരോ നിയമനത്തിനും അതായത് SN കോളേജുകൾ SN കോളേജുകൾ ഒരുപാട് സ്ഥാപനങ്ങളില്ലേ? ഉണ്ട്. SN കോളേജുകൾ 18 SN കോളേജുകൾ ഉണ്ട്. പിന്നെ വേറെ വിദ്യാഭ്യാസ സ്കൂളുകളുണ്ട്. എൻ്റെ മൊത്തം SN തന്നെയാണ് SN ട്രസ്റ്റിൻ്റെ തന്നെ SN ട്രസ്റ്റിനുണ്ട്, SNDP യോഗത്തിനുമുണ്ട്. എല്ലാം കൂടെ 50ഓളം വിദ്യാഭ്യാസ സ്ഥാപനം, 50 അല്ല 60 കൂടുതൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം നിയമനം നടക്കുമ്പോൾ ഇദ്ദേഹം പണം വാങ്ങും. പണ്ട് കാലങ്ങളിൽ ഈ വാങ്ങുന്ന പണത്തിന് RDCയോ അല്ലെങ്കിൽ യൂണിയനിലോ സംഭാവനയായി ചേർത്തിട്ട് ഈ ട്രസ്റ്റിലേക്ക് വരുന്നത്. ഇപ്പോൾ അതില്ല. ഇപ്പോൾ എല്ലാ കാശും അവിടെ കൊണ്ടുവന്നൊരു കൈ കൊടുക്കണം. ഏത് കൈയാന്ന് പോലും അറിയത്തില്ലെന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലൊരു വലിയ ഇതുണ്ട്. നമ്മുടെ ഈ പണ്ട് സിനിമാ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് കൈ കയറ്റത്തില്ലേ, അവിടെ കൈ വെക്കുമ്പോൾ ഈ ഇതാ കൊണ്ടുപോയി ഒരു കൈ വരും, കൈക്കകത്ത് ഇട്ട് കൊടുക്കണം, കൊടുത്തു. ഒരു റെസീറ്റും ഇല്ല. പക്ഷെ ഒരു സത്യസന്ധതയുണ്ട്. ആ കൊടുക്കുന്ന ആൾക്ക് ജോലി കിട്ടും. കൈ തിരിച്ചറിയുന്നു, കൈ ഏതാണെന്ന് തിരിച്ചറിയും. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രത്യേകത. നമ്മുടെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഈ മലപ്പുറം പ്രസംഗത്തിന് ശേഷം ഇദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുസ്ലിങ്ങളുമായിട്ട് വല്ല വിരോധമുണ്ട്? ഒരു വിരോധമില്ല. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് റഹീം. ആ റഹീമിനെ ആരും വോട്ട് കൊടുക്കാൻ ഈ പറയുന്ന ആളുകൾ വോട്ട് കൊടുത്തില്ല. ഞാനാ 12 വോട്ട് കൊടുത്ത് റഹീമിനെ അവിടെ സിൻഡിക്കേറ്റ് മെമ്പറായി എന്ന് പറഞ്ഞു. ഇപ്പോഴാണേ പറഞ്ഞത്. ഒരു വർഷം മുമ്പ് ഈ റഹീമിനെതിരായിട്ട് SN കോളേജിലെ നിയമനത്തിന് 90 ലക്ഷം രൂപ വാങ്ങിയതായിട്ട് ഞാൻ വിജിലൻസിന് പരാതി കൊടുത്ത ആളാണ്. എൻ്റെ ഇരിപ്പുണ്ട് ആ പരാതിയുടെ കോപ്പി. അപ്പോൾ ആരാ ഈ റഹീം? വെള്ളാപ്പള്ളി നടേശൻ്റെ പണം വാങ്ങിക്കുന്ന ഏജൻറ്റാണ്. പുള്ളി പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് 12 വോട്ട് കൊടുക്കുന്നത്. വോട്ട് കൊടുക്കണം, കാരണം റഹീമാണ്, കാശ് പിരിക്കുന്ന റഹീമാണ്. ഞാൻ പറഞ്ഞ ഏകദേശം എത്ര രൂപ ഒരു വർഷം? ഒരു ഇപ്പം 3500ഓളം നിയമനങ്ങൾ ഇദ്ദേഹം വന്നതിന് ശേഷം നടത്തിയിട്ടുണ്ട്. റേറ്റ് എത്ര മേടിക്കുന്നത്? റേറ്റ് ഇപ്പോൾ SN കോളേജിന് 70 ലക്ഷം രൂപ വരെ വാങ്ങിക്കുന്നു ഒരു അപ്പോയിൻമെൻറ്റ്. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന് 45-50 വാങ്ങിക്കുന്നു. ഹൈസ്കൂൾ ആണെങ്കിൽ 40 വാങ്ങിക്കുന്നുണ്ട്. ഇത്രയും മേടിക്കും. ഇങ്ങനത്തെ 3500 അപ്പോയിൻമെന്റ് നടന്നു. ഈ ഒരു കാശും SN ട്രസ്റ്റിന്റെ ഇതിൽ വന്നിട്ടില്ല. എത്ര കോടി ഒരു അഴിമതിയാ അവിടെയാണ്. ഈ ട്രസ്റ്റിൽ ഇതുവരെ വന്നുകൊണ്ടിരുന്ന സംഭാവന കുറയുമ്പോൾ ട്രസ്റ്റ് ആളുകൾക്ക് ഒരു പ്രശ്നമില്ലേ? ട്രസ്റ്റിൽ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ സംസാരിക്കാൻ പോലുള്ള ഇതില്ലല്ലോ അവിടെ. ട്രസ്റ്റിന്റെ വരുമാനം കുറഞ്ഞല്ലോ. വരുമാനം ഇല്ല. ഒരു വർഷം കിട്ടുന്ന 2 കോടി രൂപ 3 കോടി രൂപ വരുമാനമായി കാണിക്കുന്നത്. ഈ 2 കോടി 3 കോടി എന്ന് പറയുന്നത് ചില RDCയിൽ നിന്ന് 2 ലക്ഷവും 3 ലക്ഷവും വരുമാനം കാണിക്കും. വേറെ ഇല്ല. അത് ഈ പൈസയിൽ നിന്ന് എടുത്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മഹേശൻ. അപ്പം നിയമനത്തിലെ ഒരു തട്ടിപ്പ് ഒരു വശത്ത്, മറ്റൊരു തട്ടിപ്പ് ഏതാണ് ഇയാൾ? മറ്റ് സാമ്പത്തിക, ഉദാഹരണത്തിന് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. എങ്ങനെ? മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഒരു രസകരമായ തട്ടിപ്പാണ് അതിനകത്ത് നടക്കുന്നത്. ഒന്ന്, മൈക്രോ ഫിനാൻസ് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനിൽ നിന്ന് പണം 15.5 കോടി രൂപ എടുത്ത്. അതെടുത്തിട്ട് അദ്ദേഹം അതിനകത്ത് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് ഓരോ SSGകളും ഓരോ ശാഖകളും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പുകൾക്കാണ് ഇത് വിതരണം ചെയ്യുന്നത്. 3% പലിശയുള്ളത്. 3% പലിശയ്ക്കായി കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന് ഈ ആദ്യം 5 കോടി 50 ലക്ഷം കിട്ടി, പിന്നെ 5 കോടി കിട്ടി, പിന്നെ 5 കോടി കിട്ടി, പിന്നെ 5 കോടി കിട്ടി. ഈ പണം ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് DD ആയിട്ടാണ് കൊടുക്കുന്നത്. വാങ്ങിച്ചു. ഒരു പ്രാവശ്യം വാങ്ങിച്ച ചെങ്ങന്നൂർ ഒരു യൂണിയൻ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കാണ് വാങ്ങിച്ചത്. ഈ വെള്ളാപ്പള്ളിയുടെ അക്കൗണ്ടിലേക്ക് SNDP യോഗത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. അവർക്കാണല്ലോ വരുന്നത്. അവിടെ അക്കൗണ്ട് എടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഇത് കൊടുക്കും. യൂണിയൻകാർക്ക് കൊടുക്കണം. ആ യൂണിയൻകാർക്ക് കൊടുക്കുന്നത് 5 ലക്ഷം 10 ലക്ഷം 7 ലക്ഷം ഒക്കെ വെച്ചാൽ അവിടെ കൊടുക്കുമ്പോൾ പല ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് തിരൂർ യൂണിയനിൽ അന്ന് കൊടുത്തു 7 ലക്ഷം രൂപ കൊടുത്തു. അന്നത്തെ വിജയകുമാർ അവിടുത്തെ സെക്രട്ടറിയാണ്. വിജയകുമാറിൻ്റെ വിളിച്ചു, വിജയകുമാർ ഒരു 7 ലക്ഷം രൂപ ഞങ്ങൾ അയക്കുന്നത്, എനിക്ക് ആ പലിശ സഹിതം തന്നേക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ഈ പലിശ തരാനില്ല, ഇവിടെ SSG ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ഇത് രൂപീകരിക്കട്ടെ, അന്ന് മതി എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ ഒപ്പിട്ട് കൊടുത്തേച്ചാൽ മതി, ബാലൻ ചേട്ടൻ അത് എടുത്തോളൂ. KR ബാലനെ അറിയാമല്ലോ. ബാലൻ ചേട്ടൻ എടുത്തോളൂ. ബാലൻ ചേട്ടൻ അത് ഒപ്പിട്ട് വാങ്ങിച്ച് ബാലൻ ചേട്ടൻ 12% പലിശ 13% പലിശ ബാലൻ ചേട്ടൻ തിരിച്ചു കൊടുത്തു. അവിടെ യൂണിറ്റുകൾക്ക് പൈസ കിട്ടിയിട്ടില്ല. അതായത് 3% പലിശയ്ക്ക് പണം എടുത്തിട്ട് പുള്ളി ശരിക്കും കൂട്ടി പലിശയ്ക്ക് കൊടുത്തു. പലിശയ്ക്ക് കൊടുക്കുന്ന ആർക്കാ? ഈ പാവപ്പെട്ടവർക്കല്ല കൊടുക്കുന്നത്. അതിന് അവരൊക്കെ പ്രതികളായത് ഈ യൂണിയൻ പലയിടത്തും യൂണിയൻ പ്രതികളായ ഇത് കേട്ടോ 12% 13% ഈ പലിശക്കല്ലേ കൊടുക്കുന്നത്. പക്ഷെ അവിടെ ഒരു SSG ഉണ്ടാക്കണ്ടേ? അവൻ SSG ഉണ്ടാക്കും. അങ്ങനെ റാന്നിയിലെ കൗസല്യയും റാന്നിയിലെ രേവതിയും രാജമ്മയും ഉള്ള ഫോട്ടോ ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇത് എൻ്റെ ഇരിപ്പുണ്ട് രേഖ. അവരുടെ ഒരു ഫോട്ടോ ഉണ്ട്, അവരുടെ പേരും വെച്ചിട്ടുണ്ട്.
ഈ ഫോട്ടോയാണ് ചേർത്തല വന്നേക്കുന്നത്. ഇതേ രാജമ്മയും പിന്നെ രേവതിയും തന്നെയാണ് മലപ്പുറത്തും ചെന്നേക്കുന്നത്. ഇതെല്ലാം കൂടെ വെച്ചാണ് വി എസ് അച്യുതാനന്ദൻ ഞങ്ങൾ കൊണ്ടു കൊടുക്കുകയും വി എസ് അച്യുതാനന്ദൻ കേസ് കൊടുക്കുകയും ചെയ്തത്. അവിടെയാണ്, അതായത് വ്യാജ സംഘങ്ങളാണ്, യഥാർത്ഥ കക്ഷികൾ കിട്ടിയിട്ടില്ല. വ്യാജ സംഘം ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് അമിതമായ പലിശ വാങ്ങിച്ചു. 16% വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പല യൂണിയനുകളും ഇതിൽ പെട്ടുപോയിട്ടില്ലേ? അത് 15 കോടിക്കകത്ത് പെട്ടതല്ല. 15 കോടി എന്ന് പറഞ്ഞാൽ എല്ലാം വെള്ളാപ്പള്ളി നടേശന് കുടുംബത്തിന് അവരാണ് അതിൻ്റെ. അല്ല, പക്ഷേ മൈക്രോ ഫിനാൻസ് രണ്ടാമത്തെ വേറൊന്ന്, ഇത് പിന്നോക്ക സമുദായ കോർപ്പറേഷൻ ഉള്ളത്. അതെങ്ങനെ കേസുണ്ട്? അതായത് അത് പറഞ്ഞു തീർത്തിട്ട് അതിനെ സംബന്ധിച്ച് വി എസ് കേസ് കൊടുത്തു. വി എസ് ഹൈക്കോടതിയിൽ കേസായി. ഹൈക്കോടതി കേസ് കഴിഞ്ഞപ്പോൾ 8 മാസത്തിനകം അത് അന്വേഷണം പൂർത്തിയാക്കണമെന്ന് അദ്ദേഹത്തിന് പിന്നെ സുഖമില്ലാതായി. അങ്ങനെ ഇതങ്ങ് പെൻഡിങ് ആയി, അന്വേഷണമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹേശൻ മരിക്കുന്നത്. മഹേശൻ മരിക്കുമ്പോൾ ഞങ്ങൾ മഹേശൻ്റെ ഏഴക്കാരൻ്റെ പറഞ്ഞ് നിങ്ങൾ കേസിന് തയ്യാറാകാൻ പറഞ്ഞു. ഞങ്ങൾ ബാക്കിയുള്ള അങ്ങനെ അയാളുടെ ഏഴക്കാരനെ കൊണ്ടൊരു കേസ് എംബസാനിൽ ഹൈക്കോടതി കൊടുത്ത് ഇപ്പോൾ ഹൈക്കോടതിൻ്റെ മോണിറ്റർ ചെയ്താണ് ആ കേസ് നടക്കുന്നത്. ഇപ്പോൾ 21 കേസിൽ ഈ വെള്ളാപ്പള്ളി നടേശനും എം.എൻ. സോമനും പ്രതിയാണ്. അവർ കുറ്റപത്രവും റെഡിയാക്കി ഈ വിജിലൻസ് ഡയറക്ടർ കൊടുത്തിട്ട് 8 മാസമായി. അല്ല, 8 മാസത്തിന് മുമ്പ് എല്ലാം റെഡിയായി. പോലീസ് അന്വേഷിച്ചു, വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി, ചാർജായി. പക്ഷേ ചാർജ് അങ്ങോട്ട് കോടതി കൊടുക്കത്തില്ല. ചാർജ് കോടതി പോണ്ടേ? ഇനി ഞങ്ങളിപ്പോൾ കോടതി തുറക്കുന്ന കോടതിയിൽ എടുക്കും. അത് കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു 1 മാസത്തിനേയും കൂടെ 1 മാസം. അപ്പോൾ ഈ 15 കോടിയിൽ ശരിക്കും വെള്ളാപ്പള്ളി ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറഞ്ഞേ പറ്റൂ. അതിനകത്ത് മാത്രമല്ല, അതിൻ്റെ രസകരമായൊരു കാര്യമുണ്ട്. ഈ 21 കേസിനകത്ത് പ്രതിയാക്കപ്പെട്ട് പിന്നെ എൻക്വയറി പൂർത്തിയായി ചാർജ് ഷീറ്റും ആക്കി കോടതി സബ്മിറ്റ് ചെയ്യാനിരിക്കുക. ഈ കോടതി കൊടുക്കുന്നതിന് കാലതാമസം വരുന്നത് എന്തിനാണെന്നറിയോ? ഇയാൾ പ്രതിയാക്കപ്പെട്ട് കോടതി ചാർജ് ഷീറ്റ് കൊടുത്താൽ എസ്.എൻ. ട്രസ്റ്റിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇയാൾ പുറത്തു പോകും. ഓക്കെ, അത് ഒഴിവാക്കാനാണ് ഈ ചേർത്തല ഈ മാമാക നടത്തി മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ഇപ്പണി നടത്തിയത്. അപ്പോൾ ഇയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇയാൾക്ക് പദവി ഇരിക്കണം. കഴിഞ്ഞാൽ പിന്നെ എന്നാ എന്തായാലും വിഷയമല്ല. പിന്നെ അവരെന്തെങ്കിലും ആയിക്കോട്ടെ. അല്ല, മകനും പ്രതിയല്ലേ? അതിനകത്ത് മകൻ പ്രതിയല്ല. ഈ 15 കോടിയിൽ 15 കോടി പ്രതി മകൻ പ്രതിയായത് വേറെ. അല്ല, ഇയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ? അതിൻ്റെ എം.എൻ. സോമൻ കിടപ്പുണ്ട്. പാർട്ടിമണി എന്ന അടുത്ത കാലത്ത് പുള്ളി ഏകദേശം അവസാനിക്കാറായി. എം.എൻ. സോമനുണ്ട്, പിന്നെ അവിടുത്തെ ജീവനക്കാരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. വേറൊരു പ്രശ്നം ഉള്ളത്, അല്ല, പുള്ളിയുടെ ഇതൊരു സിവിൽ കേസിൻ്റെ സ്വഭാവം കൂടെ വരുന്നതുകൊണ്ട്, അതായത് ഫൈനാൻഷ്യൽ മണിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സ്വത്ത് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ? എല്ലാം അതവിടെയാണ്. ഇതിനകത്തൊക്കെ ഇപ്പോൾ അതങ്ങ് തീരുമെന്നും പറഞ്ഞിരിക്കും. പക്ഷേ ഇതിൻ്റെ ഡേറ്റാസ് എല്ലാം ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ഭരണസമിതിയും പുതിയ സംവിധാനവും വരുമ്പോൾ ഇതിൽ നല്ല അറ്റാച്ച് ചെയ്യും, ഇതെല്ലാം തിരിച്ചു പിടിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് ഹൈക്കോടതിയിലെ ഒരു വലിയ, അതായത് പുതിയൊരു SNDP ജനറൽ സെക്രട്ടറി വന്നാൽ അവർക്ക് വെള്ളാപ്പള്ളിയുടെ സ്വത്തിനെതിരെ കേസ് കൊടുക്കാം. വെള്ളാപ്പള്ളി മരിച്ചു പോയാലും കേസ് കൊടുക്കും. ഓക്കെ, അങ്ങനെ സംവിധാനം. ഓക്കെ, ഇനി രണ്ടാമത്തെ തട്ടിപ്പ് പറഞ്ഞു. യൂണിയൻ എങ്ങനായി? യൂണിയനുകളെ കൊണ്ട് ഈ മൈക്രോ ഫിനാൻസ് സ്ത്രീകൾക്ക് കൊടുക്കാനായിട്ട് അത് 9% മൈക്രോ യൂണിറ്റ് ഇത് കൊടുക്കുമല്ലോ, മൈക്രോ ഫിനാൻസ് കൊടുക്കും ബാങ്കുകൾ. അപ്പോൾ അത് യൂണിയൻ ഒരുമിച്ച് ഇതങ്ങ് എടുക്കും. ഇപ്പോൾ 10 കോടി 15 കോടിയൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഒരു യൂണിയനിൽ 100 150 യൂണിറ്റുകൾ ഉണ്ടാക്കും. ഈ യൂണിറ്റുകൾക്ക് ഒരു യൂണിറ്റുകൾക്ക് 10 ലക്ഷം രൂപ ആണ് കൊടുക്കുന്നത്. 10 പേരടങ്ങുന്ന ഒരു യൂണിറ്റിന് 10 ലക്ഷം രൂപ. ഈ പൈസ എവിടുന്ന? ഈ പൈസ ബാങ്കാണ് കൊടുക്കുന്നത്. ബാങ്ക് അവിടെയാണ് തട്ടിപ്പ് തുടങ്ങുന്നത്. എവിടെയെന്ന് ഈ ബാങ്ക് മുഴുവൻ പൈസയുടെ ബാങ്കിനെ സ്വാധീനിച്ചിട്ട് ഈ യൂണിയൻ്റെ കയ്യിലേക്കാണ് കൊടുക്കുന്നത്. അവരാണ് ഈ ശാഖകൾ കൊടുക്കുന്നത്. ശാഖകൾക്കല്ല, ഈ യൂണിറ്റുകൾ കൊടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പണം ഇവർ തിരിച്ചടയ്ക്കണം. ഈ തിരിച്ചടയ്ക്കുന്നത് 34 മാസത്തേക്കാണ്. 36 മാസം കണ്ട അവർ യഥാർത്ഥം വരുന്നത്. ഇവർ 18 മാസം കൊണ്ട് തിരിച്ചടപ്പിക്കും. ഈ 18 മാസം കൊണ്ട് തിരിച്ചടപ്പിക്കുന്ന 36 മാസത്തെ പലിശയോടെ ചേർത്താണ് ഇവിടെ 18 മാസം കൊണ്ട് അടയ്ക്കുന്നത്. അതാണ് ഒരു രസം. അപ്പോൾ 36 മാസത്തെ പലിശ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഫ്ലാറ്റ് റേറ്റ് അങ്ങോട്ട് വെച്ചിട്ട് ഈ പറയുന്ന 18 മാസം കൊണ്ട് ഈ കാശ് അങ്ങ് വാങ്ങിക്കും. ഈ കാശ് വാങ്ങിക്കുന്നത് എവിടെയാണെന്നറിയോ? യൂണിയൻ ഓഫീസിലാണ്. ഓക്കെ, ഈ യൂണിയൻ ഓഫീസിൽ വാങ്ങിക്കുന്ന കാശിൽ നിന്ന് എടുത്താണ് ഇല്ല പറയുന്ന സ്വീകരണം കൊടുക്കാനൊക്കെ വരുമ്പോൾ കാശില്ല വരുമ്പോൾ അവർ ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കും. ഇല്ലേ, ബാങ്കിന് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ബാങ്കിന് കൊടുക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ ബാങ്കുകാരിൽ ജപ്തി നടപടിയായിട്ട് വരും. ഈ കുറേ യൂണിയനെതിരായിട്ട് കേസ് വരും. ഈ പാവപ്പെട്ട സ്ത്രീകൾ അടയ്ക്കുന്ന പൈസ ബാങ്കിലേക്ക് ചെല്ലുന്നില്ല. യൂണിയൻ ഓഫീസിൻ്റെ ഒരു ഹെഡിൽ യൂണിയൻ ഓഫീസിൽ 2 സ്റ്റാഫിനെ വെച്ചാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കുന്നതിൽ നിന്ന് ഈ 18 മാസം തീരുമ്പോഴത്തേക്ക് പൈസ എല്ലാം അടച്ചു തീരുമല്ലോ. ബാക്കി പൈസ ഈ ബാക്കിയുള്ള മാസത്തേക്ക് ഈ പൈസ എടുത്ത് വീണ്ടും ഇവർ ഒരു
ലോൺ കൊടുക്കും. അങ്ങനെ കൊടുത്ത വകയിലാണ് തുഷാർ വെള്ളാപ്പള്ളിയും KK മഹേശനോട് കൂടി ഒപ്പിട്ട് 4.5 കോടി രൂപ ചേർത്തല യൂണിയൻ്റെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ 4.5 കോടി രൂപ അവരടിച്ചുകൊണ്ട് പോയി. മഹേശനെല്ലാം കൊണ്ടുപോയി. അത് തുഷാറാണ്. അതിന് കേസായി. തുഷാർ പ്രതിയാണ്. ഇപ്പോൾ എവിടെ നിന്നൊക്കെയോ കാശ് കൊണ്ടുവന്ന് 1.5 കോടി രൂപയ്ക്ക് അങ്ങോട്ട് സെറ്റിൽ ചെയ്ത് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ സെറ്റിൽ ആവും. ബാങ്കുകാർക്ക് കാശ് കിട്ടിയാൽ മതിയല്ലോ. പക്ഷേ ഇത് എവിടെ നിന്ന് പൈസ കൊടുത്തു? ഇതാര് കൊടുത്തു? ഈ മഹേശൻ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം എന്നാണ്? മഹേഷിൻ്റെ ആത്മഹത്യക്കുറിപ്പ് അദ്ദേഹം കണ്ടിട്ടുണ്ടോ? കണ്ടു. 30 പേജുള്ള. ഞാനത് കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ചാൽ അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മഹേഷിനെ ധാരാളം കേസുകൾക്കകത്ത് കുടുക്കി. മഹേഷിൻ്റെ ആത്മഹത്യക്കുറിപ്പ് പറയുന്നത് കൂടാതെ ഞാൻ 2 കാര്യം കൂടെ പറയാം. അത് ആത്മഹത്യക്കുറിപ്പ് ശുക്രൻ വിജയൻ എന്ന് പറഞ്ഞ ഒരാളിനെ പറ്റി പറയുന്നുണ്ട്. ശുക്രൻ വിജയൻ്റെ വീട്ടിൽ, വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ വയർലെസ് സെറ്റ് കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന ഒരു രംഗത്തെപ്പറ്റി പറയുന്നുണ്ട്. ഈ വയർലെസ് സെറ്റ് നമ്മളാരും ഉപയോഗിക്കുന്നില്ലല്ലോ. ആരാണ് ഉപയോഗിക്കുന്നത്? വയർലെസ് സാറ്റലൈറ്റ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ആയിരിക്കും. ഇദ്ദേഹം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഏർപ്പെട്ട ഒരാൾ എന്നുള്ളത് വളരെ വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്കറിയാം. ആര്? ഈ വെള്ളാപ്പള്ളി നടേശൻ. കാരണം KLY 9444 എന്ന് പറയുന്നൊരു കാറുണ്ടായിരുന്നു. ഈ കാറ് LTTക്ക് ഡീസൽ കൊടുത്ത ഒരു കേസുണ്ട് പണ്ടത്. ആ കേസുമായി ബന്ധപ്പെട്ട് LTTക്കാരിക്ക് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാട് ശരിയല്ലെന്നും പറഞ്ഞിട്ട് അവർ അടിച്ചുകൊണ്ട് പോയി. ഇത് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ആ ഡീസൽ വിറ്റ് പണമുണ്ടാക്കി ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി അതിനുവേണ്ടി വെച്ചതാണ് ഈ പറയുന്ന സാറ്റലൈറ്റ് സംവിധാനമൊക്കെ. ആരെങ്കിലും അന്വേഷിച്ചു? ഈ ഇതിനകത്തുണ്ട്, ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. അല്ല, പുള്ളിയെ പെടുന്നായപ്പോഴാണോ പുള്ളി മരിച്ചത്? അതെ, പുള്ളിയെ പെടുത്തി. അതായത് മൈക്രോ ഫിനാൻസിൻ്റെ പല കേസുകൾക്കകത്തും ഈ മഹേശനാണ് കുറ്റവാളി എന്നുള്ള സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഓക്കെ. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ ഒരു നമ്പർ അതാണ്. ഇതെല്ലാം ചെയ്യും. ഈ പറഞ്ഞ കൂടെ നിൽക്കുന്നവരൊക്കെ പ്രതികളാവും. എല്ലാവരെയും പ്രതിയാക്കും. ഇനിയിപ്പോൾ അടുത്തത് ആരാന്നുള്ളതാണ്. ആരെയും പ്രതിയാക്കും. ആരെയും തള്ളിപ്പറയും. മഹേഷിനെ തള്ളിപ്പറഞ്ഞില്ലേ? മഹേഷിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്ത്, ഒരുപാട് കാര്യങ്ങൾ മഹേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ അവിടുത്തെ അമ്പലത്തിൻ്റെ ലോക്കറിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവച്ചു. ഇപ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റിനെ പറ്റിയൊക്കെ ഇപ്പോൾ ഒരു കേസുകളൊക്കെ ഈ കാലഘട്ടത്തിലാണ് അവിടെ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇരുന്നത്. ആരുടെ സ്വർണ്ണ ബിസ്ക്കറ്റാണ്? സ്വർണ്ണ ബിസ്ക്കറ്റ് എടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ ഇയാളുടെ ഈ മൊബൈൽ കാണാമെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ സംസാരമുണ്ടായി. അപ്പോൾ ഈ മഹേശൻ മരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ പീഡനമാണ്. ഒരു കാര്യം കൂടെ. ഈ 30 പേജല്ല ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞത് സംഭവം. കൂടാതെ മരിക്കാൻ കാരണക്കാരൻ വെള്ളാപ്പള്ളി നടേശനും മകനും ഇതാണെന്നും പറഞ്ഞുകൊണ്ടൊരു കുറിപ്പ് അല്ലാതെ ഉണ്ടായിരുന്നു അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. ആ കേസ് എന്തായി? ആ കുറിപ്പ് ഇപ്പോൾ കാണാനില്ല. ആത്മഹത്യ പറയുന്ന കേസ് അത് ഹർഷിത ടെല്ലൂരി കൊണ്ട് അന്വേഷിപ്പിക്കുന്ന ഒരു പ്രവേശനം നടത്തി. അവർ ആ ഏരിയയിലേ വന്നില്ല. എന്നിട്ട് അവർ എഴുതി റൈറ്റ് ഓഫ് ചെയ്ത് അതിനകത്ത് മറ്റ് കാര്യമില്ലെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയിട്ടാണ് അത് പിന്നെ മജിസ്ട്രേറ്റ് കോടതി വന്ന് FIR ഇടും. FIR ഇട്ടിട്ട് ഇപ്പോൾ അത് റൈറ്റ് ഓഫ് ചെയ്യാനുള്ളൊരു സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് മരിച്ച ഒരു പോലീസ് ഓഫീസറെ കൊണ്ടാണ് അത് ചെയ്യിച്ചതെന്നാണ് നമ്മൾ അറിയുന്നത്. ഇതുവരെ കോടതി വന്നിട്ടില്ല. കോടതി റിപ്പോർട്ടിനിരിക്കുകയത്. അത് തുഷാറിനെ ചോദിച്ചിട്ടില്ല. അതിനകത്ത് ആത്മഹത്യാക്കുറിപ്പിന് മുമ്പ് ഒരുപാട് ഡേറ്റാസ് അവർ എടുത്തിരുന്നു. ആ ഡേറ്റാസ് മുഴുവൻ ആലപ്പുഴ RDAയുടെ കൈവശമുണ്ട്. ഈ ആലപ്പുഴ RDAയുടെ കൈവശമുള്ള ആ സേഫ് കസ്റ്റഡിയുള്ള ആ റെക്കോർഡ് മാത്രം പരിശോധിച്ചാൽ മതി. എല്ലാവരെയും പൂട്ടാം. മുഴുവൻ ആളുകളും കുറ്റക്കാരാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അന്ന് SNDP യൂണിയൻ ഓഫീസ് ഇദ്ദേഹത്തിൻ്റെ കള്ളപ്പണം കൊടുത്തതിൻ്റെ എല്ലാ രേഖയും ഈ മഹേഷിനെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് പോലീസിൻ്റെ കയ്യിലുണ്ടോ? എല്ലാ പോലീസിൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് ആരൊക്കെ കൊടുത്തെന്ന്. അന്ന് ഓടിച്ച് വായിച്ചു. ഞാൻ കോപ്പി ചെയ്യാൻ പറ്റും. അതിനകത്ത് പറയുന്നുണ്ട്. ഇതുപോലും അന്വേഷിച്ചിട്ടില്ല. അത് മിനിറ്റ്സ് ഉണ്ട്. ആ ഈ ചേർത്തല SNDP യൂണിയൻ്റെ മിനിറ്റ്സ് എടുത്ത് പരിശോധിച്ചാൽ മതി. SN ട്രസ്റ്റിൽ എല്ലാവർക്കും അംഗത്വം ഉണ്ടെന്ന് തോന്നല്ലേ? SNDP യോഗത്തിലാണ് അംഗത്വം. SN ട്രസ്റ്റിൽ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ. ഇതിൻ്റെ അകത്തൊക്കെ ഈ SNDP യോഗത്തിൽ SN ട്രസ്റ്റിലും ഒക്കെ ആയി വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ അങ്ങനെയാണോ ട്രസ്റ്റും ആളുകളൊക്കെ പൊതുവുള്ളത്? SNDP യോഗത്തിൻ്റെ സൃഷ്ടിയാണ് SN ട്രസ്റ്റ്. അതെ, SNDP യോഗമാണ് അതിൻ്റെ സമ്പത്തെല്ലാം കൊടുത്തത്.
എസ് എൻ ട്രസ്റ്റിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നതിന് എസ് എൻ ട്രസ്റ്റിലേക്ക് ഇത്ര രൂപ സംഭാവന ചെയ്യുന്നവർക്ക് ഓരോ കാറ്റഗറി തിരിച്ചിട്ടുണ്ട്, ABCDE എന്ന് പറഞ്ഞിട്ട്. ആ കാറ്റഗറിക്കകത്ത് നമുക്ക് അങ്ങ് 1,00,000 രൂപ കൊടുത്താൽ C കാറ്റഗറി അംഗമാണ്. 1000 രൂപ 500 രൂപ മുതൽ അല്ലെങ്കിൽ 100 രൂപ മുതൽ മുകളിലോട്ട് കൊടുത്താൽ ഈ കാറ്റഗറി അംഗമാണ്. പക്ഷേ എല്ലാവർക്കും കൊടുക്കത്തില്ല, ഇപ്പം കൊടുക്കത്തില്ല. മെമ്പർഷിപ്പ് നമ്മളവിടെ ചെല്ലുമ്പം അവിടെ ചെന്ന് ആദ്യം ഒരു മെമ്പർഷിപ്പിൻ്റെ ഫോം വാങ്ങിക്കണം. അത് ഫോം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ വെള്ളാപ്പള്ളി ഫൗണ്ടേഷൻ പറയണം ഫോം കൊടുക്കണമെന്ന്. എന്നിട്ട് ആ ഫോം പൂരിപ്പിച്ച് അവിടെ പൈസ DD എടുത്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് അംഗത്വം തരുന്നത്. നമുക്കാർക്കും തരത്തില്ല. നേരെ മറിച്ച് അയാൾ ഇപ്പോൾ ഏതാണ്ട് 2000-ഓളം 1,00,000-കാരെ ചേർത്ത് കഴിഞ്ഞു. ഈ എലക്ട് ചെയ്ത് വരുന്നവർ എത്രയാണെന്നറിയോ? 900-ന് താഴെയുള്ളൂ. അപ്പോൾ പിന്നെ എലക്ട് ചെയ്തിട്ട് എന്താ കാര്യം? പിന്നെ സംവിധാനം വേറെ ഞങ്ങൾക്കറിയാം, അത് ഞങ്ങൾ സംവിധാനം ചെയ്യും. അത് യോഗം ഒന്ന് കഴിയട്ടെ, ട്രസ്റ്റ് എന്ത് ചെയ്യാനുള്ള കൃത്യമായ പ്ലാനുണ്ട്. SNDP യോഗത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകനെ, മക്കളെ, മരുമക്കളെ അങ്ങനെ കേൾക്കുന്നത് സത്യമാണോ? അതൊന്ന് പറഞ്ഞേ. അതെ, അങ്ങനെയാണ്. SNDP യോഗത്തിലോ ട്രസ്റ്റിലോ? യോഗത്തിൽ SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി, ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, മകൻ വൈസ് പ്രസിഡന്റ്, അളിയൻ എന്താ പറയുക MN സോമൻ, ബന്ധുവ അയാൾ പ്രസിഡന്റ്, പിന്നെ ദേവസ്വം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അരയക്കണ്ടി എന്നുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അത് പുറത്തുള്ള ഒരാൾ, തലശ്ശേരിക്കാരനാണ്. വനിതാ വിഭാഗത്തിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ സിബന്ധികളാണ്. പക്ഷേ ആര് ഭാര്യ പ്രിയത അദ്ദേഹം അവർ പറയും ഇത് എന്ത് ചെയ്യണമെന്ന്. ഉദ്ഘാടനം എല്ലാം അവർക്കാണ്. അവർ പദവിയില്ല. അവർക്ക് ട്രസ്റ്റ് ബോർഡ് മെമ്പർ, SNDP യോഗത്തിൻ്റെ, ഞാനത് ഒരു വ്യക്തിയെ പറയുന്നത് ശരിയല്ല, അവരാണ് ഭദ്രദീപം എല്ലാത്തിനും തെളിയിക്കുന്നത്. വേറെ ആർക്കും അവകാശമില്ല. പക്ഷെ പദവിയൊന്നുമില്ല. അവരാണ് എല്ലാം ചെയ്യുന്നത്. കൊച്ചമ്മ അല്ല, അപ്പം മകളും മരുമകനും ഒക്കെ ഉണ്ടോ? അവരെയൊക്കെ പുതുതായിട്ട് ഇനി കൊണ്ടുവരാനായിട്ടിരിക്കുക. എല്ലാവരും ബോർഡ് മെമ്പറാണ്, ട്രസ്റ്റിലെ ബോർഡ് മെമ്പറാണ് എല്ലാവരും ആണ്. അത് ഈ പ്രീതിയൊക്കെ ബോർഡ് മെമ്പറാണ്. അവരെല്ലാം ബോർഡിലുണ്ട്. എത്ര പേരെ ബോർഡിലുള്ള? ബോർഡിൽ ഇപ്പോൾ 2000 ഇഷ്ടം പേരുണ്ട്. ഇവരെല്ലാം മെയിൻ ആളുകൾ. അതിനകത്ത് ഇവരുടെ വീട്ടുകാരും. ബോർഡിൽ ആരെങ്കിലും നിങ്ങളെ പിന്തുണയ്ക്കുന്നവർ? ബോർഡിൽ ധാരാളം പേര് ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരുണ്ട്. പേടിയാന്നുള്ളൂ, അവർ ഭയം, അവരാരും ഇതിനൊന്നും പോകാറില്ല. അപ്പം നിങ്ങളുടെ അടുത്ത പോരാട്ടത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ ആരാണ്? സാമ്പത്തിക പിൻബലമുള്ള ആരെങ്കിലും ഉണ്ടോ? സാമ്പത്തിക പിൻബലമുള്ള ധാരാളം പേര് ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കിളിമാനൂരൊക്കെ ഇപ്പോൾ ഉണ്ടോ? കിളിമാനൂരൊക്കെ ഉണ്ട്. ഈ കിളിമാനൂരൊക്കെ ഇപ്പോൾ ഓപ്പണായിട്ട് വരാൻ പറ്റാത്തതിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതാണ് കാര്യം. ഇതിനകത്ത് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അയാളുടെ കയ്യിൽ നിൽക്കുക. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെല്ലാം സഹായം ഇപ്പോൾ ചെയ്തു കൊടുത്തെന്നറിയോ? ഒന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ 4 പേരാണ് ഈയൽ മരിച്ചു വീഴുന്നത് പോലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ വിവാഹത്തിന് മരിച്ചുപോയത്. 4 പേരാ വൈദ്യുതാഹ. അത് 11 kV ലൈനിൻ്റെ കീഴിൽ ഇത് ഇടാൻ പാടില്ല. അതിൻ്റെ കീഴിൽ പന്തലിട്ടതാണ്. എന്നിട്ടൊരു FIR എടുത്തിട്ട് ഇപ്പോൾ അതിനെപ്പറ്റി അന്വേഷണമില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, മാൻഹോളിൽ വീണ നൗഷാദിന് കാശ് കൊടുത്തതിനെ പറ്റി അദ്ദേഹം ഇത് പറഞ്ഞല്ലേ. ഈ 4 പേർക്ക് 1 രൂപ കൊടുത്തിട്ടില്ല, ഒരു സിംഗിൾ പൈ. ഇതാണോ ശ്രീനാരായണ ധർമ്മം? സ്വന്തം വീട്ടിൽ, ഒരു ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ 4 പേര് പിന്നെ മരിച്ചു വീഴുക, ഒരു കേസില്ല. തുഷാർ വെള്ളാപ്പള്ളിയുടെ കേസിന് ഈ ഗവൺമെൻറ്റാണ് സഹായിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് പ്രതിയായിട്ടുള്ള KK മഹേഷിൻ്റെ ആത്മഹത്യാ കേസിനകത്ത് ഗവൺമെൻറ്റാണ് സഹായിക്കുന്നത്. അതുപോലെ അയോഗ്യ കേസ് ഈ ഗവൺമെൻറ് സഹായിച്ചു. പക്ഷേ ഈ ഗവൺമെൻറ് ഒരുപാട് ഉത്തരം പറയേണ്ടി വരും. പിണറായി വിജയൻ ഭയങ്കരമായിട്ട് സ്തുതിച്ചല്ലോ. എന്താ പ്രചോദനം? പിണറായിക്ക് എന്തിനാണ് ഇയാളെ താങ്ങേണ്ട ആവശ്യം? എന്നാ പിണറായി വിജയൻ പണ്ടൊരു പുസ്തകം എഴുതി, നവോത്ഥാന കേരളം നേരിടുന്ന വെല്ലുവിളികൾ. വായിച്ചിട്ടുണ്ടോന്ന്? വായിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. ഈ പുസ്തകത്തിനകത്ത് പിണറായിയുടെ പുസ്തകം നമുക്കില്ല, ഞങ്ങളിതെല്ലാം നോക്കണമല്ലോ. ഇത് അപ്പോൾ അതിനകത്ത് ഈ വെല്ലുവിളികൾക്കകത്ത് പ്രധാനമായും പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് ഏറ്റവും ഗുരുതരമായ ഈ നവോത്ഥാനത്തിൻ്റെ വെല്ലുവിളി. ഏറ്റവും ഒന്ന് നടേശനാണ് പറയുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയനെ തെറി പറഞ്ഞുകൊണ്ട് 2016 ഹെലികോപ്റ്റർ പോയ കാര്യമൊക്കെ എന്താണെന്ന് അറിയാം. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെ ഈ വെള്ളാപ്പള്ളി നടേശന് ഇവർ സുഹൃത്തുക്കളായി എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. ചേർത്തല വെള്ളാപ്പള്ളി നടേശൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസ്സാണ്. അദ്ദേഹത്തിന് അറിയത്തില്ല. അതിൻ്റെ കാരണം അവർ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോകത്തില്ല. ഇത് ഏറ്റവും കാരണമേ ഉള്ളൂ. അവിടെ കൂടുതലും കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിൻ്റെ തൊട്ടടുത്ത വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തമായൊരു വാർഡാണ്. ആ വാർഡിൽ നിന്നും CPM ഒരു പ്രാവശ്യം 3ാം സ്ഥാനത്ത് പോകാൻ കാരണം വെള്ളാപ്പള്ളി നടേശൻ അവരെ സഹായിച്ചു, CPMനെ സഹായിച്ചു. അപ്പോൾ വോട്ടിന് വേണ്ടിയല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നത് വോട്ടിനല്ല, പിന്നെ എന്തിനു വേണ്ടിയാണെന്നുള്ളത്.
ഒരു വോട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ആളുകൾ പിന്തുണയ്ക്കുന്ന ഒരിടത്തും വോട്ട് കിട്ടത്തില്ല. ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ബലമായ സംശയം അവിടെ മറ്റ് ചില ഡീലുകളുണ്ടെന്നുള്ളത്. സാമുദായിക ശക്തി അല്ല. കാരണം 2016 വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് വാളെടുത്ത് കേരളം മുഴുവൻ പ്രചരണം നടത്തിയപ്പം പിണറായി വിജയൻ ജയിച്ചു. പിണറായിക്കെതിരായി വെള്ളാപ്പള്ളി പ്രചരണം നടത്തിയപ്പോൾ പിണറായി വിജയൻ ജയിച്ചു. അത് ശക്തമായി പറഞ്ഞു. ഇന്ന് കോൺഗ്രസ്സുകാർ ഏറ്റവും നേരിടുന്നൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇയാളുടെ പിന്തുണയാണ്. അവർ പറയത്തില്ല, ബൗദ്ധികമായ ഒരു നേതൃത്വം അവർക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ അവർ കഴിയുന്നില്ല. ഇന്ന് ഈ സമുദായത്തിൻ്റെ 90% ആളുകൾ ഇയാൾക്കെതിരാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല? കേരളത്തിലെ ശ്രീനാരായണീയർക്കൊക്കെ അറിയാം വെള്ളാപ്പള്ളി എങ്ങനെയാണെന്ന്. പക്ഷേ ഈ ഭൂതാളപ്പിടുത്തത്തിൽ നിന്ന്, ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചെടുക്കുന്ന ആർക്കും അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഈ സമുദായത്തിൻ്റെ ദുരന്തത്തെ ഞാൻ ചെറിയൊരു വാക്കുകൊണ്ട് പറയാം. 2019 ഈ ശബരിമല വിഷയം വന്നല്ലോ. ഈ ശബരിമല വിഷയം വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശന് കിട്ടിയത് എന്താണെന്നറിയുമോ? 58 അധ്യാപക നിയമനങ്ങളുടെ അംഗീകാരം കിട്ടി. ആ ശബരിമല വിഷയത്തിൽ ശക്തമായി നിന്ന NSSന് എന്ത് കിട്ടിയെന്നറിയുമോ? EWS കിട്ടി. അതായത് ആ സമുദായത്തിൻ്റെ 10% ആളുകൾക്ക് സംവരണം കിട്ടുന്ന പദ്ധതി അവർ നടപ്പിലാക്കി. വെള്ളാപ്പള്ളി നടേശൻ അന്നേരം ചോദിച്ചത് എനിക്കില്ല നിയമനം നിന്നില്ല, കാശ് വാങ്ങിക്കണമെന്ന്. ഇത് സത്യം. അത് ഈ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ വെള്ളാപ്പള്ളി ഞാൻ ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞതാണ്. വെള്ളാപ്പള്ളി നടേശനോട് ശിവഗിരി മഠത്തോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കേന്ദ്രം ചോദിച്ചു. ഇതാണ് എൻ്റെ അറിവ്. അവർ പല രീതിയിലുണ്ടല്ലോ. അവർ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാഗമ്പടം ക്ഷേത്രത്തേക്ക് ഒരു പാലം പണിഞ്ഞു കൊടുക്കണം അവരാവശ്യപ്പെട്ടു. NSSനോടും ചോദിച്ചു. അവർ കേന്ദ്രീയ വിദ്യാലയ മാതൃകയിൽ ഒരു സ്കൂൾ വേറൊന്നുകൂടെ ചോദിച്ചു. അത് ഞാൻ അറിഞ്ഞിടത്തോളം അത് ശരിയാണെന്നാണ് എൻ്റെ അറിവ്. എനിക്ക് പൂർണ്ണമായിട്ട് എനിക്കറിയില്ല. അവിടെ അതായത് നബാർഡിൻ്റെ നോഡൽ ഏജൻസിയായി ഇവർ വെക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഗുണം മനസ്സിലാവില്ല. സമുദായത്തിൻ്റെ അംഗങ്ങൾക്കാണ് അതിന് പറയുന്നത്. അവരുടെ ഭൗതികമായ വളർച്ച ഗുരു പറഞ്ഞത് എന്താ? ഭൗതികമായി വളരണം. ഭൗതികമായി വളരണമെങ്കിൽ സംഘടന വേണം. ഇന്ന് സംഘടനയില്ല, ഭൗതികമായ വളർച്ചയല്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബത്തിൻ്റെ വളർച്ച മാത്രമേ ഉള്ളൂ. കള്ള് ചെത്തരുതേ, കുടിക്കരുതേ, കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാർ നടത്താമെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിചാരം. അത് വേറൊന്നുകൂടെ പറയാം. വെള്ളാപ്പള്ളി പറയുന്നതിന് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട്, കള്ളിനകത്ത് കഞ്ചാവ് കലർത്തി വിറ്റതിന് കേസ് തന്നു. അത് മഹേഷിൻ്റെ ആത്മഹത്യക്കുറിപ്പ് പറയുന്നത്. അന്ന് അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും 10-40 ഷാപ്പുണ്ട്. ഇപ്പോൾ കുറച്ച് ഷാപ്പ് എടുത്താൽ ആ ഷാപ്പിൽ ഈ എടുക്കുന്നത് മഹേഷിൻ്റെ പേരിൽ, അശോകൻ്റെ പേരിൽ, വേറെ പലരുടെയും പേരില്ല. പുള്ളിയുടെ പേര് കിട്ടത്തില്ല. ഇപ്പം ഒരു ഷാപ്പിൽ കേസെടുത്തപ്പോൾ അതിനകത്ത് എന്തിനാണ് കേസെടുത്തത്? കള്ളിൽ കഞ്ചാവ് ചേർത്ത് വിറ്റു. മഹേശൻ പറയുന്നത് എന്തായാലും അത് എൻ്റെ പേര് വെച്ച ഷാപ്പല്ല, ഞാൻ ഭാഗ്യവാനാണ്. അയാളാണ് മദ്യവിരുദ്ധ പറയുന്നത്. എന്നിട്ട് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, മദ്യത്തിൽ ചാരായത്തിനകത്ത് CH കലർത്തി. CH എന്ന് പറയുന്നത് ക്ലോറോഹൈഡ്രേറ്റാണ്, വിഷമാണ്. 1 കിലോയ്ക്ക് 200 രൂപ വില. 125 ലിറ്റർ വെള്ളം ചേർക്കുക. ഇപ്പോൾ 125 ലിറ്റർ ചാരായം ഉണ്ടാക്കുന്നതിന് 225 രൂപയുടെ ക്ലോറോഹൈഡ്രേറ്റ് ഇച്ചിരി ചാരായം മതി. അങ്ങനെ വിറ്റ് കാശുണ്ടാക്കിയ ഒരാളാണ് ഈ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരിക്കലും അതിന് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരായിട്ട് ജീവൻ കൊടുക്കേണ്ടി വന്നാലും പോരാട്ടം ഉണ്ടാവും. ആ യുദ്ധം ജയിക്കുന്ന വിശ്വാസം 100% ജയിക്കുമെന്നുണ്ട്. അതിന് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എല്ലാവരും പറയുന്നത് ഒന്നും സംഭവിക്കത്തില്ല, എല്ലാം ഞങ്ങൾ ജയിച്ചു നിൽക്കുന്നത്. 2ാം ലോകമായത് കാലത്ത് ഹിറ്റ്ലർ ഇത് പറഞ്ഞു, അവസാനം പറഞ്ഞു. അന്ന് 20 ലക്ഷം പട്ടാളക്കാർ റഷ്യയിൽ മരിച്ചു വീണ്, ജർമ്മനിയുടെ. മറ്റുള്ളത് ക്രെംലിൻ വരെ അവിടെ കയറിയപ്പോഴും പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് അവസാനം നിവൃത്തിയില്ലാതാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്ഥിതി എല്ലാവരും ഇപ്പോൾ RDCയിലെല്ലാം പ്രസംഗിക്കുന്നതാണ്. ഇന്നലത്തെ പ്രസംഗത്തിനകത്തും പറയുന്നത് ഒരു കേസും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഞാൻ ജയിച്ചിരിക്കുക. 21 കേസിനകത്ത് ചാർജ് ഷീറ്റ് കൊടുത്താൽ എവിടെ വെക്കും? ഈ അയോഗ്യത കേസ് വന്നാൽ എവിടെ നിൽക്കും? ഇങ്ങനെ എത്രയോ കേസുകൾ കിടപ്പുണ്ട്. നിരവധി കേസുകൾ ഞങ്ങൾ നടത്തി. ഈ ഒരൊറ്റ കേസിനകത്ത് പോലും ഞങ്ങൾ ഓരോരുത്തരുടെയും 500-1000 രൂപ വെച്ച് എടുത്ത് കേസ് നടത്തിയത്. അതാണ് ഞങ്ങളുടെ ആത്മ. എല്ലാ ശ്രീനാരായണീയരുടെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും. ഈ ഗുരുദേവൻ്റെ ദർശനം, ഞാനൊരു ഗുരുദേവ ഭക്തനാണ്, അറിയാം. ഗുരുദേവൻ്റെ ദർശനം സംരക്ഷിക്കപ്പെടുക എന്നതുകൊണ്ടാണ് എനിക്ക് വെള്ളാപ്പള്ളിയോട് പണക്കം, അല്ല വ്യക്തിപരമായ പണക്കം ഒന്നുമില്ല. അതുകൊണ്ട് ആ പോരാട്ടത്തിൽ, ഗുരുദേവന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പിന്തുണയുണ്ട്. കാക്കട്ടെ.